എൻ്റെ ഇവിടുത്തെ കണ്ടന്റൊക്കെ കണ്ടിട്ട് എൻ്റെ അച്ഛൻ എന്നോട് പറയും, ഒന്നെങ്കിൽ നീ എന്നെ പോലെ ശുദ്ധഹാസ്യം ചെയ്യണം, അല്ലെങ്കിൽ നീ ഈ പരിപാടി നിർത്തണമെന്ന്. അതുകൊണ്ട് എൻ്റെ ഇത്തവണത്തെ സ്ക്രിപ്റ്റിൽ അച്ഛൻ നല്ല രീതിയിൽ കൈ കടത്തിയിട്ടുണ്ട്. എൻ്റെ അച്ഛനൊരു തനി കുട്ടനാട്ടുകാരനാണോന്നറിയത്തില്ല, ഈ സ്ക്രിപ്റ്റിൽ നല്ല രീതിയിൽ ചെളി കയറിയിട്ടുണ്ട്. സാധാരണ ഞാൻ വീട്ടുകാരെ കുറിച്ച് പറയുന്നുണ്ട്, ഞാൻ ഓർത്ത് ഇത്തവണ വീട്ടിലെ ഉപകരണങ്ങളെ കുറിച്ച് പറയുന്നു. അപ്പം ഞാൻ ചിന്തിച്ചപ്പം ഈ പറയുന്ന വലിയ ഉപകരണങ്ങളൊന്നും എൻ്റെ വീട്ടിലില്ല. പക്ഷെ എൻ്റെ അച്ഛൻ അഭിമാനി ആയതുകൊണ്ട് ഇല്ലാന്ന് പറയത്തില്ല, ഉണ്ടായിരുന്നു, അപ്പുറത്ത് വെട്ടി കൊടുത്തേക്കാന്നൊക്കെ പറയുന്നത്. അച്ഛൻ പറയുന്നത് ഈ കാര്യത്തിൽ അച്ഛൻ്റെ അത്രയും ബുദ്ധി അമ്മയ്ക്കില്ലെന്ന്. അവിടെ അച്ഛൻ എപ്പോഴും അമ്മയോട് പറയും, നീ ഞാൻ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതല്ല, നോക്കിയും കണ്ടും ഡീൽ ചെയ്യണം, എന്നിട്ട് അതുപോലെ ആൾക്കാരോട് ഡീൽ ചെയ്യണമെന്നൊക്കെ. അപ്പം അച്ഛൻ്റെ അടുക്ക ഒരാൾ വന്നിട്ട് തൂമ്പയില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ പറയും, ഇവിടെ ഉണ്ടായിരുന്നു, അപ്പുറത്ത് വെട്ടി കൊടുത്തേക്കാന്ന്. പാരയില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ പറയും, ഇവിടെ ഉണ്ടായിരുന്നു, മഴവിൽ മനോരമ പോയേക്കുവാണ്. ഇത് അച്ഛൻ പറഞ്ഞ പോലെ തന്നെ അമ്മ ഇതൊക്കെ കേട്ട് പഠിച്ചു. കമ്മിറ്റിക്കാർ വന്നിട്ട് ഒരു ദിവസം അച്ഛനില്ലേന്ന് ചോദിച്ചപ്പം അമ്മയും പറഞ്ഞു, ഇവിടെ ഉണ്ടായിരുന്നു, അപ്പുറത്ത് വെട്ടി കൊടുത്തേക്കുക. ഒരു വീട്ടില് ഏറ്റവും കൂടുതൽ വീട്ടുകാർ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമായിരിക്കും ഫാൻ. ഈ ഫാൻ കണ്ടുപിടിച്ച ആള് പോലും വിചാരിച്ചു കാണത്തില്ല ഇതിന്റെ 2 ഉപയോഗം വരുമെന്ന്. പുള്ളി ഇത് കണ്ടുപിടിച്ചത് കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മളിത് കിടക്കാൻ നേരത്ത് സൗണ്ട് കേൾക്കാനും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ എത്ര തണുപ്പുണ്ടെങ്കിലും നമ്മൾ ഫാൻ ഇട്ടിട്ടേ കിടക്കത്തുള്ളൂ, കാരണം നമുക്ക് ഇതിന്റെ സൗണ്ട് കേട്ടില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഫാൻ ഇച്ചിരി കംപ്ലൈന്റ് ആയിട്ട് സൗണ്ട് കൂടിയപ്പോഴും അച്ഛന് നന്നാക്കുന്നില്ലായിരുന്നു. കാരണം അച്ഛൻ പറയുന്നത്, നന്നാക്കുന്ന വഴിക്ക് ഇതിന്റെ സൗണ്ട് എങ്ങാനും പോയി കഴിഞ്ഞാൽ ഇതുകൊണ്ട് പ്രയോജനം ഇല്ലാതെ പോകുന്നു. ഇപ്പം ഞങ്ങളുടെ ഫാൻ നന്നാക്കാതിരുന്ന് അപ്പുറത്തെ വീട്ടുകാർക്ക് ഫാൻ ഇട്ടില്ലെങ്കിൽ സുഖമായിട്ട് കിടന്നുറങ്ങും, കാരണം ഞങ്ങളുടെ ഫാൻ്റെ സൗണ്ട് അവിടം വരെ എത്തുന്നുണ്ട്. ഈ ഫാനും കൊണ്ട് പല പ്രയോജനങ്ങളുണ്ട്. ഇപ്പം ചൂടടിക്കുമ്പം സ്വിച്ച് ഇടുവാണെങ്കിൽ കാറ്റ് വരും, ബോറടിക്കുമ്പം കയറിടുവാണെങ്കിൽ കാറ്റ് പോകും. ചുരുക്കി പറയുകയാണെങ്കിൽ ഗുപ്തനൊഴിച്ച് ബാക്കി എല്ലാവർക്കും ഫാൻ ഭയങ്കര ഉപകാരപ്രദമാണ്. കാരണം ജൂഹി ചൗള പറഞ്ഞിട്ടുണ്ട്, ഗുപ്തനെല്ലാം ഊതി സെറ്റാക്കുന്നതാണ് ഇഷ്ടം. കറണ്ട് ഇല്ലാത്ത ദിവസം നമ്മുടെ വീട്ടിലെ മെനു വരെ മാറ്റാൻ കഴിവുള്ള ഒരു സാധനമാണ് ഈ മിക്സി. ഞങ്ങളുടെ വീടിനടുത്തൊരു ചേച്ചി കഴിഞ്ഞ ദിവസം മിക്സി മേടിച്ചു. അപ്പോൾ അമ്മയുടെ അടുക്ക വന്ന് ഭയങ്കരമായിട്ട് പൊങ്ങച്ചം പറഞ്ഞു, ഞങ്ങളുടെ മിക്സി പുതിയ ടെക്നോളജിയാണ്, 3-in-1 ആണ്. അമ്മ ഒട്ടും കുറച്ചില്ല, അമ്മ പറഞ്ഞു ഞങ്ങളുടെ മിക്സി 10-in-1 ആണ്, കാരണം ഞങ്ങൾ 10 വർഷത്തിലൊരിക്കലൊക്കെ മിക്സി മാറാറുള്ളൂ. ഈ ഒരു മിക്സി മേടിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ കൂടെ 3 ജാറൊക്കെ ആയിരിക്കും കിട്ടുന്നത്. ഒരു ജാർ അരയ്ക്കാൻ, ഒരു ജാർ പൊടിക്കാൻ, ഒരു ജാർ ജ്യൂസ് അടിക്കാൻ. ഇത് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് ഓരോ ജാർ വെച്ച് കേടായിട്ട് അവസാനം ഈ ഒറ്റ ജാറിലായിരിക്കും അരക്കലും പൊടിക്കലും ജ്യൂസ് അടിക്കലും അല്ല. ചിലപ്പോൾ ചമ്മന്തി അരച്ചിട്ട് ജസ്റ്റ് കഴുകിയ ജാറിലായിരിക്കും നമ്മൾ നാരങ്ങാവെള്ളം ഉണ്ടാക്കും. അങ്ങനെ ഒരു ദിവസം നാരങ്ങാവെള്ളം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് വീട്ടിൽ അമ്മാവൻ വന്നിട്ടുണ്ടായിരുന്നു. അമ്മാവനത് കുടിക്കാൻ കൊടുത്തു. ഒറ്റ സിപ്പ് എടുത്തുടനെ അമ്മാവൻ പറഞ്ഞു, ഈ തേങ്ങാവെള്ളം കുടിച്ചിട്ടുണ്ട്, നാരങ്ങാവെള്ളം കുടിച്ചിട്ടുണ്ട്, തേങ്ങ ഇട്ട നാരങ്ങാവെള്ളം ഇത് ആദ്യമായിട്ട് കുടിക്കുക. അതുപോലെ വേറെ ദിവസം ചേച്ചി ഷെയ്ക്ക് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഇതുപോലെ അമ്മാവനും അമ്മായിയും പിള്ളേരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഓരോ ഗ്ലാസ് വെച്ച് ഷെയ്ക്ക് കുടിക്കാൻ കൊടുത്തു. കുടിച്ചോണ്ടിരുന്ന വഴിക്ക് അമ്മാവൻ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടി ഉണക്കമുന്തിരി? എനിക്ക് കിട്ടി, യുറേക്ക എന്നൊക്കെ. ജാറ് കഴുകിയപ്പോഴാണ് ചേച്ചിക്ക് മനസ്സിലായത് വാഷറിന്റെ ഒരു പീസ് അടന്നു പോയിട്ടുണ്ട്. ഇതുപോലെ ഇപ്പൊ നമ്മൾ ഈ അപ്ലയൻസസ് തമ്മിൽ കണ്ടുമുട്ടിക്കഴിഞ്ഞാലും ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലെ ടിവിയും ഫ്രിഡ്ജും തമ്മിൽ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ വലിയ വിഷയം നടക്കും. കാരണം ഈ ടി വിക്കകത്ത് പരസ്യത്തിനകത്തൂടെ വല്ലതും ശരിക്കുമുള്ള ഫ്രിഡ്ജിനകത്ത് എന്നാ ഇരിക്കുന്നതെന്ന് വല്ലതും ഞങ്ങളുടെ ഫ്രിഡ്ജിന് മനസ്സിലായി കഴിഞ്ഞാൽ പുള്ളി ഷോർട്ട് സർക്യൂട്ട് വല്ലതും അടിച്ച് ആത്മഹത്യ ചെയ്ത് മരിക്കും. ഇപ്പോൾ ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ ഫ്രിഡ്ജിന്റെ അവസ്ഥ ഇതിലും ദാരുണമാണ്. കാരണം അവിടുത്തെ അമ്മച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് എന്തും ലാഭിക്കണം. ഇപ്പോൾ സ്ഥലം ലാഭിക്കാൻ വേണ്ടി അത്യാവശ്യം ഫ്രിഡ്ജിൽ കയറുന്ന എല്ലാ സാധനവും പുള്ളിക്കാരി കുത്തിക്കയറ്റി ഫ്രിഡ്ജ് വെക്കും. എന്നിട്ട് കറണ്ട് ലാഭിക്കാൻ വേണ്ടി പുള്ളിക്കാരി ഫ്രിഡ്ജ് ഓഫ് ചെയ്ത് വെക്കും. അതുപോലെ ഇപ്പോൾ ലോകത്തിൽ പരസ്യമില്ലാതെ വിറ്റുപോകുന്ന ഒരേ ഒരു സാധനമേ ഉള്ളൂ, അത് സ്റ്റെബിലൈസറാണ്. ഈ സ്റ്റെബിലൈസർ ഫ്രിഡ്ജിന് AC ഒക്കെ OC-യാണ് ജീവിക്കുന്നത്. കേരളത്തിൽ ഒട്ടുമിക്ക ഫ്രിഡ്ജ് നോക്കിക്കഴിഞ്ഞാൽ കാർത്തിക് സൂര്യപ്പല്ലിരിക്കും. കാരണം പുള്ളിക്ക് തൊപ്പിയുള്ള പോലെ എല്ലാ ഫ്രിഡ്ജിനും തൊപ്പിയായിട്ടൊരു സ്റ്റെബിലൈസറും കാണും. TVക്കൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ ആന്റിന കറക്കിയാലായിരുന്നു ഗ്രെയിൻസ് മാറിയിട്ട് ചാനൽ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ആന്റിന കറക്കാൻ വിട്ട് അപ്പുറത്തെ വീട്ടിൽ ആന്റിന കറക്കിയതിന് അമ്മാവന്റെ തലയ്ക്ക് റിമോട്ട് വെച്ചടിച്ചിട്ട് 4 ദിവസമായിരുന്നു അമ്മാന്റെ കണ്ണി ഗ്രെയിൻസ്. ഇപ്പോൾ LCD LED TV ഒക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് അമ്മാന് വേണ്ട കണ്ടന്റ് അമ്മാന് HD ദൃശ്യമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇത്രയൊക്കെ സ്ക്രിപ്റ്റ് ആയപ്പോഴത്തേക്ക് എന്നോട് അച്ഛൻ പറഞ്ഞു ഈ സംഭവം വർക്കാവും, അത്യാവശ്യം അച്ഛൻ്റെ തമാശ എല്ലാം വർക്കാവെന്ന് വെച്ചാൽ നല്ല ഉറപ്പുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിന്റെ കിടക്കുന്നതുകൊണ്ടാണ് എനിക്ക് ടെൻഷൻ. അതുകൊണ്ട് ക്ലൈമാക്സ് എന്തായാലും അച്ഛൻ തന്നെ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അപ്ലയൻസസും അമ്മാവനും വെച്ചിട്ടുള്ളൊരു ചളി സീരീസ് തന്നെ അച്ഛൻ സെറ്റ് ചെയ്ത് തന്നു. ഈ ഒരു ഇലക്ട്രിക് ഷോപ്പിൽ സാധനം മേടിക്കാൻ പോയ വഴിക്ക് ട്യൂബ് മേടിക്കാൻ വന്നൊരു പുള്ളി ഇത് ടെസ്റ്റ് ചെയ്ത് കാണിക്കാമെന്ന് ചോദിച്ചപ്പോൾ ടെസ്റ്റ് അടിക്കാൻ ഇത് ടെസ്റ്റ് ട്യൂബ് അല്ലെന്ന് ചളി അടിച്ചൊരു അമ്മാവനുണ്ട് എനിക്ക്. പുള്ളി കഴിഞ്ഞ ദിവസം AC മേടിക്കാൻ പോയപ്പം ഇടയ്ക്കത്ത് B കിട്ടിയില്ലെന്ന് പറഞ്ഞ് കടയിൽ കിടന്ന് ചളി അടിച്ചതിന് പുള്ളിയുടെ ആൽഫബറ്റിലെ എല്ലാവരും ഊരിയെടുത്തു. ബോധം വന്ന് ആശുപത്രി കിടക്കുമ്പോഴത്തേക്ക് ട്യൂബ് ഇട്ടേക്കുന്ന കണ്ടിട്ട് ഇത് എന്ത് ട്യൂബാന്ന് ചോദിച്ചപ്പം ഇത് യൂട്യൂബാന്ന് തിരിച്ചു പറഞ്ഞ നേഴ്സിനെയും അമ്മാവനെയും ഈ അച്ഛനെ ഓർത്തോണ്ട് ഞാൻ ഈ ചളിയടി ഇവിടെ നിർത്തുന്നു.